സരയൂ നദിയുടെ തീരത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്ന കോസലരാജ്യം. അതിന്റെ തലസ്ഥാനമായ അയോധ്യ അക്ഷരാർത്ഥത്തിൽ അജയ്യമായ നഗരമായിരുന്നു. സ്വർണഗോപുരങ്ങളും സുസജ്ജമായ പ്രതിരോധ നിരകളുമുള്ള ആ നഗരം ഭരിക്കുന്നത് സൂര്യവംശജനായ ദശരഥ മഹാരാജാവാണ്. ഐശ്വര്യത്തിന് കുറവൊന്നുമില്ലെങ്കിലും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന രാജാവിന്റെ ഉള്ളിൽ ഒരു കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. തന്റെ വംശം നിലനിർത്താൻ ഒരു പുത്രനില്ല എന്ന ദുഃഖം. ഒരു പ്രഭാതത്തിൽ കുലഗുരുവായ വസിഷ്ഠമഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രലാഭത്തിനായി പുത്രകാമേഷ്ടി യാഗം നടത്താൻ ദശരഥൻ തീരുമാനിച്ചു. ഋഷ്യശൃംഗ മഹർഷിയുടെ കാർമ്മീകത്വത്തിൽ യാഗാഗ്നി ജ്വലിച്ചുയർന്നു. യാഗശാലയിൽ നിന്നുയർന്ന മന്ത്രധ്വനികൾ അയോധ്യയുടെ ആകാശത്തെ പവിത്രമാക്കി. യാഗാഗ്നിയിൽ നിന്നും തേജസ്വിയായ ഒരു യജ്ഞപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു, കൈയിൽ ദിവ്യമായ ഒരു പായസപാത്രവുമായി. അത് ദശരഥന് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഇത് നിന്റെ പത്നിമാർക്ക് നൽകുക. ദശരഥൻ ആ ദിവ്യപായസം തന്റെ 3 പത്നിമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും നൽകി. മാസങ്ങൾ കടന്നുപോയി. വസന്തകാലത്തെ ആ സുദിനത്തിൽ പ്രകൃതിപോലും ഉന്മേഷവതിയായി കാണപ്പെട്ട ഒരു ഉച്ചസമയത്ത് കൗസല്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. നീലമേഘത്തിന്റെ നിറമുള്ള, കണ്ണുകളിൽ കാരുണ്യം തുളുമ്പുന്ന ആ കുഞ്ഞായിരുന്നു ശ്രീരാമൻ. തൊട്ടുപിന്നാലെ കൈകേയി ഭരതനും സുമിത്ര ലക്ഷ്മണശത്രുഘ്നന്മാർക്കും ജന്മം നൽകി. അയോധ്യയാകെ ആഘോഷത്തിലമർന്നു. 4 കുമാരന്മാരും വസിഷ്ഠമഹർഷിയുടെ കീഴിൽ വേദങ്ങളും അസ്ത്രവിദ്യകളും അഭ്യസിച്ചു വളർന്നു. എങ്കിലും രാമനും ലക്ഷ്മണനും തമ്മിലും ഭരതനും ശത്രുഘ്നനും തമ്മിലുമുള്ള ആത്മബന്ധം സമാനതകളില്ലാത്തതായിരുന്നു. രാമന്റെ ശാന്തതയും ലക്ഷ്മണന്റെ ധീരതയും അയോധ്യയിലെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായി മാറി.